നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണെന്ന് പണ്ടുള്ളവർ പറയും. മലയാളിയുടെ ഒരു ശീലമാണത്. ഒരു കവലയിൽ ഒരാളിനെ 4-5 പേര് ചേർന്ന് തല്ലുകയാണെന്ന് വെച്ചോളൂ. കണ്ടു നിൽക്കാൻ ഇഷ്ടം പോലെ ആളെ കിട്ടും, പിടിച്ചു മാറ്റേയില്ല. ഒരു കവലയിൽ നിന്ന് തന്നെ ഒരുത്തൻ തെറി വിളിക്കുകയാണെന്ന് വെച്ചോളൂ, ആസ്വദിച്ച് കണ്ടുകൊണ്ട് നിൽക്കും. ആരെയെ വിളിക്കുകയല്ലേ, നമുക്ക് കേട്ടോണ്ടിരിക്കാവുന്ന ഈ ഒരു മാനദണ്ഡമാണ് മലയാളിയുടെ മനസ്സിലുള്ളത്. ഇപ്പോൾ യൂട്യൂബുകളും വാട്സാപ്പുകളും ഫേസ്ബുക്കുകളും ഒക്കെ ജനകീയമാണല്ലോ. യൂട്യൂബിലൂടെ ആരെക്കുറിച്ച് ആര് തെറി പറഞ്ഞാലും കേൾക്കാൻ ആൾക്ക് ഇഷ്ടമാണ്. എന്നെ അല്ലല്ലോ പറയുന്നത്. MT സാറ് പറഞ്ഞതുപോലെ ജയിലിനോളം പൊക്കമുള്ള മതിൽ കെട്ടി, ചുറ്റും മതിൽ കെട്ടി, അതിനകത്തുള്ള വീട്ടിൽ ഞാനും ഭാര്യയും എൻ്റെ 2 മക്കളും മാത്രം ഉള്ള ലോകം മതി, പുറത്തെന്ത് നടക്കുന്നു എന്ന് ഞാൻ അറിയണ്ട എന്ന് വിചാരിക്കുന്നൊരു സ്വഭാവമാണ് ഇപ്പോൾ മലയാളിക്ക്. എന്നിട്ട് വീട്ടിൽ എന്തെല്ലാം വേസ്റ്റ് ഉണ്ടോ അതെല്ലാം മതിൽ വഴി റോഡിലെടുത്ത് ഇടുകയും ചെയ്യും. എൻ്റെ വീട്ടിനകം ഒക്കെ ആയിരുന്നാൽ മതി. അപ്പുറത്തെ വീട്ടിൽ ഭാര്യയും ഭർത്താവും കൂടി വഴക്ക് കൂടുകയാണെന്ന് കണ്ടാൽ രാത്രി പമ്മി വാഴയുടെയോ മതിലിൻ്റെയൊക്കെ സൈഡിൽ പോയി നിൽക്കുക. അവിടെ എന്താ തെറി വിളിക്കുന്നത്, എന്താണ് കാരണം, വല്ല പരസ്ത്രീ ബന്ധമാണോ അല്ലെങ്കിൽ പരപുരുഷ ബന്ധമാണോ എന്നിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുക. അത് കേൾക്കാൻ ആൾക്ക് ഇഷ്ടമാണ്. ഒരു പരിധിവരെ നമ്മുടെ സീരിയലൊക്കെ ആയിരിക്കാം നമ്മളെ മലയാളിയെ ഇങ്ങനെ മാറ്റിമറിച്ചത്. ഒരാളെ ആരെങ്കിലും ഒരു തെറി പറയുന്നു എന്ന് കണ്ടാൽ, അല്ലെങ്കിൽ ഒരാളിൻ്റെ അവിഹിത കഥ പറഞ്ഞു എന്ന് വെച്ചാൽ അതിന് പൊടിപ്പും തൊങ്ങലും കൊടുത്ത് ആ അവിഹിതക്കാരനെ കൊണ്ടു നടക്കാൻ ആൾക്ക് വലിയ ഇഷ്ടം. മിടുക്കനുണ്ടാ നീ അവിഹിതം ചെയ്തല്ലോ എന്നല്ലേ, എനിക്ക് കഴിയാത്തത് നീ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കും, പൊക്കിക്കൊണ്ട് നടക്കും. ഇന്ന് തന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് രാഷ്ട്രീയം പറയണമെന്ന് വിചാരിക്കരുത്. നമ്മുടെ എന്താ പറയുക, പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് സമയമാണല്ലോ. കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത്, അത് ജനത്തിനെ പറ്റിക്കാനായിരിക്കും എങ്കിൽ പോലും സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു MLA പാലക്കാട്ടെ, എന്തിനെ പേര് വിളിക്കുന്നതല്ലേ, രാഹുൽ തേങ്ങാക്കൂട്ടാന്നോ മാങ്ങാക്കൂട്ടാന്നുള്ള ഒരുത്തൻ. ഇന്നലെയും മെനിങ്ങാന്നുമൊക്കെ ഒരു പെൺകുട്ടി നമ്മൾ തമ്മിൽ എന്താ പറയുക ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഗർഭിണിയാകണ്ട എന്ന് ആ പെൺകുട്ടി പറഞ്ഞിട്ട് പോലും നീ ഗർഭിണിയാകണമെന്ന് ശടിക്കുകയും, ആ പെൺകുട്ടി ഗർഭിണിയായി എന്ന് കണ്ടപ്പോൾ പോയി അബോർട്ട് ചെയ്യടി മറ്റുള്ള, അല്ലെങ്കിൽ നിന്നെ നിമിഷ നേരം കൊണ്ട് കൊല്ലാൻ എനിക്ക് കഴിയുമെന്ന് പറഞ്ഞ ഒരു MLA. അവനെ പാർട്ടി ആളുകളെ ബോധ്യപ്പെടുത്താനെങ്കിലും സസ്പെൻഡ് ചെയ്ത് വിട്ടിരിക്കുക, കോൺഗ്രസ് പാർട്ടിയായിട്ട് ഒരു ബന്ധവുമില്ല. പാലക്കാട്ട് ചെന്ന് ഒരു ഉളുപ്പുമില്ലാതെ ഓരോ വീട്ടിലും കയറി അയാൾ വോട്ട് പിടിക്കുന്നു. അതിന് കൂടെ കടക്കാൻ കുറേ എംബോക്കികളും. വോട്ട് ചോദിച്ച് ചെല്ലുന്നിടത്ത് പെണ്ണുങ്ങൾ സ്വീകരിക്കണം. ഞാൻ വെറുതെ പറയല്ല, രാഷ്ട്രീയം പറയുമല്ല, നിങ്ങൾ കണ്ടു നോക്കൂ. ഓരോ വീട്ടിലും കയറി അവൻ വോട്ട് ചോദിക്കുമ്പോൾ ആത്മാഭിമാനമുള്ള സ്ത്രീയാണെങ്കിൽ ഇറങ്ങടാ വെളിയിലെന്ന് പറയണ്ടേ, നിന്നെപ്പോലൊരു അലവലാതിക്ക് കയറി വരാൻ പറ്റിയ സ്ഥലമല്ല ഇത് എന്ന് പറയണ്ടേ. അതിന് പകരം പാലക്കാട്ടുള്ള ചില വീടുകളിൽ ഇയാൾ കയറി ചെല്ലുമ്പോൾ കെട്ടിപ്പിടിക്കില്ല എന്നേ ഉള്ളൂ. എന്തൊരു സ്നേഹമെന്നറിയോ, തൊട്ടാൽ ഗർഭിണിയാക്കണം, മിടുക്കനല്ലേ, വാ വാ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആനയിച്ച് വീട്ടിൽ വിളിച്ചു വരുത്തി ഇവൻ കോളിനോസ് പുഞ്ചിരി നാട്ടി ഇവൻ ഇതൊക്കെ ഞാൻ ചെയ്ത് കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ ഞാൻ ചെയ്തത്. ബാലകേന്ന് ആർക്കും ജോസഫ് പ്രാശനൊന്നും ഇത് കഴിയില്ല, ഞാൻ ഈസിയായിട്ട് ഗർഭിണിയാക്കും, നിമിഷം നേരം കൊണ്ട് വേണമെങ്കിൽ അവളെ കൊല്ലാമെന്ന് പച്ചയ്ക്ക് പറയാനും എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞാൽ അന്തസ്സായിട്ട് കയറിയിരുത്തി. ഇനി ചായയൊക്കെ കൊടുത്തോന്നോ ഒന്നും കാണിച്ചില്ല. ഞാനപ്പോൾ ആലോചിക്കായിരുന്നു, ഈ പാലക്കാട്ടെ പെണ്ണുങ്ങൾക്ക് ഇത്ര അതപ്പതിച്ച് പോയോ എന്ന്. ആസ്വദിച്ചാണ് വിളിച്ച് കയറ്റണേ, നൈറ്റിയൊക്കെ ഇട്ടുണ്ട്, വാ, അയ്യോ ഇതാര് വരണേ, ബലാത്സംഗ വീരം വരെയല്ലേ, വാ, നിന്നെ പോലെ ആയിരിക്കണം ആമ്പിള്ളരായാൽ. ഇതാണ് നമ്മളെ നാട്ടു നടപ്പ് ഇപ്പോൾ കേരളത്തിൽ. ആമുഖമായിട്ട് ഞാൻ ഇത്രയും പറയേണ്ടി വന്നത്, അനശ്വരനായ 45 വർഷമായി നമ്മളിൽ നിന്നും മറഞ്ഞുപോയ ജയേട്ടനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ ചില വിഷയങ്ങൾ പറയുമ്പോൾ ഇത് മുൻകൂട്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് നോക്കാം. നമസ്കാരം. ഞാൻ ഇന്ന് ഈ എപ്പിസോഡ് ചെയ്യാനുള്ള പ്രധാന കാരണം,
എനിക്ക് വന്ന ഒരു ഫോട്ടോയും ഒരു ഫേസ്ബുക്കിലെ പോസ്റ്റിൽ നിന്നാണ് ഇതൊരു വിഷയമാണല്ലോ, നമുക്ക് സംസാരിക്കാം എന്നെനിക്ക് തോന്നിയത്. ഫോട്ടോ എന്താണെന്ന് ചോദിച്ചാൽ, കൊള്ളക്കത്തിൻ്റെ ഷോളവാരപ്പുറത്ത് നടന്ന ഹെലികോപ്റ്ററിൽ തൂങ്ങി ശത്രുവായ ബാലങ്കനാരെ നേരിടുന്ന ജയേട്ടൻ ബാലൻസ് തെറ്റി താഴെ വീഴുകയും ഹെലികോപ്റ്റർ തല പോയി കരിങ്കല്ലടിക്കുകയും അപ്പോൾ തന്നെ തീർന്നു. ആൾ ആശുപത്രിയിൽ എത്തിക്കും മുമ്പേ തീർന്നു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിൽ കൊണ്ടുവന്ന് ഇറക്കി. തിരുവനന്തപുരത്തെ കാണേണ്ടവർക്കെല്ലാം കണ്ട ശേഷം കൊല്ലത്ത് കൊണ്ടുപോയി മുളങ്കാടകത്ത് സംസ്കരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ട് കിടത്തിയിരിക്കുന്നതാണ്. പെട്ടിയിൽ നിന്ന് എടുത്തിട്ടില്ല, പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്തതല്ലേ. ആ പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊണ്ടുവന്ന ചലനമറ്റ ജയേട്ടൻ്റെ ചുറ്റും അദ്ദേഹത്തിൻ്റെ അമ്മയും അദ്ദേഹത്തിൻ്റെ അനുജനും അനുജൻ്റെ ഭാര്യയും 3-4 വയസ്സുള്ള കണ്ണൻ നായർ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ അതും ഒരു ഹതഭാഗ്യനായിരുന്നു. ജയേട്ടൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തിയ കണ്ണൻ നായർ എന്ന കുട്ടിയും ആ മൃതദേഹത്തിൻ്റെ ചുറ്റും ഇരിക്കുന്ന ഫോട്ടോയാണ്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലെടുത്ത ഫോട്ടോയാണ്. ഇപ്പോൾ AI സംവിധാനത്തിൽ ആരെയും കളറാക്കാമല്ലോ. ഈ ഫോട്ടോയും അങ്ങനെ കളറാക്കിയാണ്. എനിക്ക് ആരും അയച്ചതെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് ജയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊരു ഇമേജ് വരില്ലേ, ഒരു പ്രത്യേക തരത്തിൽ ചരിഞ്ഞ ചിരിയും നിറഞ്ഞ ചിരിയും ആടിയുള്ള നടത്തിയൊക്കെയുള്ള ജയേട്ടൻ. ഈ ശവപ്പെട്ടിക്കകത്ത് കിടക്കുന്ന ജയേട്ടൻ്റെ മുഖം കണ്ടാൽ നമുക്കൊരിക്കലും ഇമേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കരുവാളിച്ച മുഖവുമായി കിടക്കുന്ന ജയേട്ടൻ. അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് ചുറ്റും ജയേട്ടൻ്റെ അമ്മ ഓലയിൽ ഭാരതിയമ്മയും ഇളയമകൻ സോമൻ നായരും ഭാര്യ ശ്രീദേവിയും 4 വയസ്സുകാരൻ കണ്ണൻ നായരുമാണ്. നിങ്ങൾ കാണുമോ ആ പടം? ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തെളിച്ചയില്ലാതെ ഒരുപാട് പ്രാവശ്യം ഞാനിത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പുതിയ AI സംവിധാനത്തിൽ ആ സാങ്കേതിക വിദ്യയിൽ കളറാക്കി നല്ല ഭംഗിയായി കാണാനാവുന്ന വിധം ആരോ ചെയ്തതാണ്. ഏതോ നല്ല ബുദ്ധിയുള്ള ആരോ ചെയ്തതാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്ന ഈ 5 പേരും ഈ ഭൂമുഖത്തില്ല. ഇപ്പോൾ 5 പേരും മരിച്ചുപോയി. കണ്ണനുമായിട്ട് എനിക്ക് നല്ല ആത്മബന്ധമുണ്ടായിരുന്നു. എറണാകുളത്തെ ഏതോ ഹോട്ടൽ മുറിയിൽ ആരുടെയോ അടിയേറ്റ് കണ്ണൻ മരിച്ചു എന്ന വാർത്ത വന്നപ്പോൾ സത്യമായിട്ട് എനിക്ക് വല്ലാത്ത നിരാശ തോന്നി. നല്ല പാണ്ഡിത്യമുള്ള പയ്യനായിരുന്നു, വഴിതെറ്റിപ്പോയി പാവം. ജയൻ എന്ന ഒറ്റ ചിന്തയിൽ ജീവിച്ച മനുഷ്യനായിരുന്നു കണ്ണൻ നായർ. വലിയച്ഛനെന്ന് അധികം പറയുകയില്ല, ജയനെന്ന് തന്നെ പറയുന്നത്. ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയെ കണ്ണൻ നായർ ജീവിത സഖിയാക്കുകയും ഒന്നിച്ച് പോകാനാകില്ല എന്ന് തോന്നിയപ്പോൾ വേർപിരിയുകയും ചെയ്തു ഇരുവരും. കണ്ണന് എവിടെ താളം പിഴച്ചു എന്ന് ചോദിച്ചാൽ കുടുംബത്തിൽ തന്നെ എന്ന് പറയേണ്ടി വരും. വസ്തുക്കച്ചവടവും ഒക്കെയായി വലിയച്ഛനെ പോലെ എറണാകുളത്ത് ചേക്കേറിയതിനാൽ ആകണം കണ്ണൻ്റെ ചുവടും പിഴച്ചു. എന്നെ വിളിക്കുമ്പോഴൊക്കെ ചേട്ടാ സോറി, ഞാൻ അല്പം ഓവറാണെന്ന് ആദ്യം പറയും, എന്നിട്ടേ സംസാരിക്കും. ആരോ കാശ് മുടക്കി കണ്ണൻ നായർ വലിയച്ഛനെക്കുറിച്ച് ഒരു വലിയ ഡോക്യുമെൻ്ററി എടുക്കാൻ തുടങ്ങി. കമൽഹാസൻ അടക്കം ആ ഡോക്യുമെൻ്ററിയിൽ സഹകരിച്ചു. എവിടെയോ വച്ച് നിർമ്മാതാവുമായി കണ്ണൻ തെറ്റി. ഞാൻ കുറേ ക്ലിപ്പിങ്സ് ചേട്ടന് തരാം, ഓരോന്നും ഓരോ എപ്പിസോഡാക്കണം എന്നൊക്കെ എന്നോട് പറയുമായിരുന്നു. ഒന്നും അയച്ചു തന്നില്ല. പക്ഷേ കണ്ണൻ അകാലത്തിൽ അച്ഛനമ്മമാർ ഈ ലോകം വിട്ട് പോയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കണ്ണനിൽ നിന്നും ആ ഡോക്യുമെൻ്ററി ഉണ്ടായനെ, കണ്ണൻ ഈ ഭൂമുഖത്തും ഉണ്ടായനെ. ഈ കഴിഞ്ഞ നവംബർ 16-ാം തീയതിയാണല്ലോ ജയേട്ടൻ മരിച്ചത്. ആ 16-ന് 2 ദിവസം മുമ്പെന്തോ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് എന്നെ കാര്യങ്ങളൊക്കെ പറയുന്നതിനിടയിൽ ജയൻ സാംസ്കാരിക സമിതിയിലെ സാംസ്കാരിക വേദിയിലെ ഒരു ജയൻ പ്രേമി എന്നോട് തിരക്കി. ജയേട്ടൻ്റെ അനുജൻ സോമൻ നായരുടെ മകള് ഡോക്ടർ ലക്ഷ്മിക്ക് താങ്കളോട് കുറച്ച് സംസാരിക്കാനുണ്ട്, നമ്പർ തരുമോ എന്ന് ചോദിച്ചു. ഞാൻ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. പിന്നെന്താ, കൊടുത്തോളൂ എന്ന് ഞാൻ പറഞ്ഞു.
എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് എനിക്ക് പറയണ്ടല്ലോ. എനിക്ക് സന്തോഷമേ ഉള്ളൂ ലക്ഷ്മി എന്നോട് സംസാരിക്കുന്നതിൽ. പക്ഷേ വിളിച്ചില്ല. എന്തായാലും കണ്ണന് മാത്രമേ വലിയച്ഛനെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചുള്ളൂ. ഈ ഫോട്ടോയും അതുപോലെ തന്നെ വേറൊരു ഫോട്ടോ, മൂർഖൻ എന്ന് പറഞ്ഞ പടം എടുത്ത ആരിഫ ഹസൻ്റെ ഹസനും ആ സിനിമ സംവിധാനം ചെയ്ത ജോഷി സാറും കൂടി മൂർഖനിൽ അഭിനയിച്ചതിൻ്റെ ബാക്കി പ്രതിഫലം ജയേട്ടൻ മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് അമ്മയ്ക്ക് കൈമാറുന്ന ഒരു ഫോട്ടോ, കരഞ്ഞുകൊണ്ട് ആ പൈസ വാങ്ങുന്ന ഫോട്ടോ. ഈ 2 ഫോട്ടോയും എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന, തളർത്തുന്ന ഫോട്ടോകളാണ്. 1939 ജൂലൈ 25-നാണ്, ഞാൻ വിശാഖ നാളാണല്ലോ, 1939 ജൂലൈ 25-നാണ് വിശാഖ നാളിൽ കൃഷ്ണൻ നായർ എന്ന അടുപ്പക്കാർ ബേബി എന്ന് വിളിച്ചിരുന്ന സിനിമാ നടൻ ജയൻ ജനിക്കുന്നത്. 1980 നവംബർ 16 ഈ ലോകം വിട്ടുപോയി. വെറും 41 വയസ്സ് വരെയുള്ള ജീവിതം. ജയൻ്റെ അനുജൻ സോമൻ നായരുടെ 3 മക്കളിൽ ഒരാളാണ് ഡോക്ടർ ലക്ഷ്മി. ജയൻ മരിച്ച ശേഷം ജനിച്ച കുട്ടി. ലക്ഷ്മി പറയുന്നത്, ഞാൻ കേട്ടറിഞ്ഞ വലിയച്ഛൻ അച്ചടക്കം നിറഞ്ഞ ജീവിതശൈലിയുള്ള ആളായിരുന്നു. അച്ചടക്കം നിറഞ്ഞ ജീവിതശൈലിയുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് അമ്മയോട് അങ്ങേയറ്റം സ്നേഹവും ബഹുമാനവും പുലർത്തിയിരുന്ന ആളായിരുന്നു ജയൻ. ഫാമിലിയുമായി വളരെ അറ്റാച്ച്ഡ് ആയിരുന്ന, സപ്പോർട്ടീവായിരുന്ന ആളായിരുന്നു ജയൻ. വലിയച്ഛൻ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ ശേഷമായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹം. എങ്ങനെയും സിനിമയിൽ പിടിച്ചു കയറാനുള്ള ശ്രമത്തിലായിരുന്നു. ആ സമയത്ത് വളരെ കുറച്ച് മാത്രമേ വലിയച്ഛൻ കൊല്ലത്ത് വരുമായിരുന്നുള്ളൂ. തിരക്കുള്ളപ്പോഴും ഇടയ്ക്ക് ഓടി വന്ന് അമ്മൂമ്മയെ കണ്ടിട്ട് കൊല്ലം പ്രസിഡൻസി ഹോട്ടലിലേക്ക് പോയി സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു വരുത്തി ആഘോഷിക്കും. മീൻ എന്ന ഐ.വി. ശശി ചിത്രത്തിൽ അഭിനയിക്കാനായി കൊല്ലത്ത് വന്നപ്പോഴും ഹോട്ടലിലേക്ക് അമ്മയെ ക്ഷണിച്ചു വരുത്തി കണ്ടിട്ട് തിരിച്ചയക്കുകയാണ് ചെയ്തത്. അദ്ദേഹം വീട്ടിലേക്ക് പോയില്ല. അതിൽ എനിക്ക് തോന്നുന്നു ലക്ഷ്മിയുടെ അച്ഛനുമായിട്ടെന്തോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. കാരണം ലക്ഷ്മിയുടെ അച്ഛൻ ഒരു ദീപാവലി കുളിക്കുന്ന നായരായിരുന്നു. ഇഷ്ടംപോലെ എത്ര കാശ് കിട്ടിയാലും അടിച്ച് തീർക്കുന്ന പ്രകൃതക്കാരനായിരുന്നു. വീടെന്തോ പുതുക്കാനോ നന്നാക്കാനോ ഒക്കെ ആയിട്ട് കുറേ കാശ് ജയേട്ട കൊടുത്തതൊക്കെ സോമൻ നായർ ചിലവാക്കാതെ അടിച്ചു തീർത്തു എന്നൊക്കെയുള്ള കഥകൾ എന്നോട് ആരൊക്കെയോ പറഞ്ഞെനിക്കറിയാം. 16 വയസ്സ് തികയുന്നതിന് മുമ്പ് ബോയ്സ് നേവിയിൽ സെലക്ഷൻ കിട്ടിയ ആളാണ് ജയേട്ടൻ. 15 വർഷത്തെ രാഷ്ട്ര സേവനം കഴിഞ്ഞ് പെൻഷനായത് കൊച്ചിയിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ തന്നെ ബാക്കി കാലം ജീവിച്ച ആളായിരുന്നു ജയൻ. 70 മുതൽ 3-4 വർഷം അരിയുടെ ഹോൾസെയിൽ കച്ചവടം കൊച്ചിയിൽ നടത്തി. അതിനിടയിൽ സിനിമയിൽ ഭാഗ്യാന്വേഷണവും നടത്തുമായിരുന്നു. 1974 ജെ.സി. സാറിൻ്റെ ശാപമോക്ഷത്തിൽ, ജെ.സി. സാറിൻ്റെ ആദ്യത്തെ പടമാണ് ശാപമോക്ഷം, അതിൽ തുടക്കമിട്ടു. 6 വർഷക്കാലത്തെ സിനിമാ ജീവിതം, അതിൽ അവസാനത്തെ 2 വർഷം ഉറങ്ങാൻ പോലും കഴിയാതെ സെറ്റിൽ നിന്നും സെറ്റുകളിലേക്കുള്ള ഓട്ടത്തിലായിരുന്നു ജയൻ. ഇത് വെറുതെ പറയുകയല്ല. 5 മണിക്കൂർ പോലും ഉറങ്ങാൻ കിട്ടാത്തത്ര തിരക്കിലായിരുന്നു അക്കാലത്ത് ജയേട്ടൻ. 75,000 രൂപ വരെ ശമ്പളം വാങ്ങിയിരുന്നുവെന്ന് പലരും പറയുന്നു. പീക്ക് ടൈമിൽ ഒരു വലിയ നിർമ്മാണ കമ്പനി ഹേംനാഗ് നിർമ്മിച്ച നായാട്ടിന് വാങ്ങിയത് 40,000 രൂപയാണ് എന്ന് നായാട്ടിൻ്റെ സംവിധായകൻ ശ്രീകുമാരൻ തമ്പി സാറ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 45 വർഷം മുമ്പ് 40,000 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 40 കോടി രൂപയാണെന്ന് വേണമെങ്കിൽ പറയാം. പൂട്ടാത്ത പൂട്ടുകൾ എന്ന മഹേന്ദ്രൻ്റെ തമിഴ് ചിത്രമടക്കം 120ഓളം സിനിമകൾ ജയൻ അഭിനയിച്ചു. പൂർത്തിയാക്കി സെൻസറിങ് കഴിഞ്ഞ് റിലീസിംഗ് ഡേറ്റ് നിശ്ചയിച്ച ശേഷം റിലീസിൻ്റെ തലേ ദിവസം കോടതി കയറി നശിച്ച പഞ്ചപാണ്ഡവർ മാത്രമാണ് പുറത്തു വരാത്തത്. ഹേംനാഗിൻ്റെ തന്നെ ഗർജനം എന്ന് പറഞ്ഞ സിനിമയിൽ മലയാളത്തിൽ ജയനും തമിഴിൽ രജനീകാന്തുമായിരുന്നു. കുറേ ഭാഗങ്ങൾ പാട്ട് സീൻ അടക്കമുള്ള അഭിനയിച്ച ശേഷമാണ് ജയേട്ടൻ മരിക്കുന്നത്. അങ്ങനെ ബാക്കി ഭാഗം കൂടി എടുത്ത ഭാഗം അടക്കം രജനീകാന്തിന് വച്ച് ഒന്നെന്നെ ചിത്രീകരിച്ചു. 120 സിനിമകളിൽ അഭിനയിച്ചിട്ടും ഭീമമായ ബാങ്ക് ബാലൻസ് ഒന്നും ജയേട്ടൻ്റെ അക്കൗണ്ടിൽ കാണാഞ്ഞത്
കൗതുകം ഉണർത്തുന്നതും സംശയം ജനിപ്പിക്കുന്നതുമായ കാര്യങ്ങളായിരുന്നു. ഒരു നടനും ഒരു നടിയും ഓരോ പെട്ടികൾ കൊണ്ടുപോയ കഥകൾ പലരും ജയനുമായി അടുപ്പമുള്ള പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ജയൻ്റെ ഒരുപാട് കാശ് അവർ രണ്ടുപേരെ കയ്യിലായി എന്ന് പറയുന്നു. നമുക്ക് തെളിവില്ലാത്തതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. കാശുണ്ടായിരുന്നുവെങ്കിലും അനുജൻ അത് അടിച്ചു തീർത്ത് ദീപാവലി കുളിക്കുമെന്നത് മറ്റൊരു കാര്യം. ബാങ്ക് ബാലൻസിൽ ജയൻ ഇട്ടിട്ട് പോയാലും സോമൻ നായർ തീർക്കും. ജ്യേഷ്ഠൻ്റെ പിൻബലത്തിൽ അനുജൻ തുടങ്ങിയ കച്ചവടമൊക്കെ നഷ്ടത്തിൽ കലാശിച്ച ചരിത്രമാണുള്ളത്. ജയേട്ടനേക്കാൾ 6 വയസ്സ് ഇളയതാണ് സോമൻ നായർ. ജയൻ ആദ്യമായും അവസാനമായും സ്വന്തമാക്കിയ കറുത്ത ഫിയറ്റ് കാർ വെളുത്ത നിറത്തിലാക്കിയ ശേഷം ജയേട്ടൻ്റെ സന്തത സഹചാരിയായിരുന്നു KRE 134. ഈ കാർ ജയൻ്റെ ആത്മാവായിരുന്നു. കാർ കഴുകുന്നത് പോലും തൻ്റെ മാത്രം ജോലിയായി കണ്ട മനുഷ്യനായിരുന്നു ജയേട്ടൻ. ജയൻ്റെ മരണശേഷം സ്വാഭാവികമായും അനുജന് കിട്ടുമല്ലോ കാർ. അത് മദ്രാസിൽ നിന്നും കൊല്ലത്തെത്തിച്ചു. കുറേ നാൾ സോമൻ നായർ ഓടിച്ചു കിടന്നു. കാണുന്നവരൊക്കെ പറയില്ല, നോക്കടാ ജയൻ്റെ കാർ പോകണം, അയാൾ അനിയും ഓടിച്ചു പോകണമെന്ന് പറയുമല്ലോ. അങ്ങനെ ഓടിച്ച് നടന്നു സോമൻ നായർ. അക്കാലത്ത് സോമൻ നായർക്ക് കോയമ്പത്തൂരിൽ ബിസിനസ് ഉണ്ടായിരുന്നു. കശുവണ്ടിയുടെ എന്തോ ആണ് ബിസിനസ്. കാറ് കൊല്ലത്തുനിന്ന് ഓടിച്ച് കോയമ്പത്തൂർ കൊണ്ടുപോയി. നല്ല ഷുഗറിൻ്റെ കലശലായ അസുഖമുള്ള ആളായിരുന്നു സോമൻ നായർ. അവിടെ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റായി. വീട്ടിൽ ദാമ്പത്യ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, അകൽച്ചകൾ ഒക്കെ ഉണ്ടായിരുന്നു സോമൻ നായർക്കെന്ന് കണ്ണൻ നായർ തന്നെ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അച്ഛനും അമ്മയും നല്ല ബന്ധത്തിലായിരുന്നില്ല. കോയമ്പത്തൂരിൽ വെച്ച് അച്ഛന് ഒരുപാട് ഷുഗർ കൂടി കലശലായപ്പോൾ ആരും കൂടെ ഇരിക്കാനില്ലാത്തതുകൊണ്ട് അച്ഛൻ നാട്ടിലേക്ക് മടങ്ങി. നാട്ടിൽ വന്ന് കൊല്ലത്ത് വന്ന് ഒരു ആശുപത്രിയിൽ അഡ്മിറ്റായി. ആരോടും പറഞ്ഞില്ല, വീട്ടിലൊന്നും വിളിച്ച് പറഞ്ഞില്ല. ഞാനിപ്പോൾ കൊല്ലത്തുണ്ടെന്നോ ഒന്നും പറഞ്ഞില്ല. കോയമ്പത്തൂരാണെന്ന് വീട്ടുകാർ വിചാരിച്ചു. അങ്ങനെ അവിടെ വന്ന് കൊല്ലത്ത് വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റായി. അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു. കാലങ്ങൾക്ക് ശേഷം കാറെടുത്ത് മാറ്റണമെന്ന് ഹോട്ടലിൽ നിന്ന് അറിയിപ്പ് കിട്ടി. കണ്ണനും സുഹൃത്തുക്കളും കാറെടുക്കാൻ കോയമ്പത്തൂർ പോയി. നിധി പോലെ വലിയ സൂക്ഷിച്ച ജയൻ്റെ സ്മാരകം പോലെ സൂക്ഷിക്കാമായിരുന്ന ആ KRE 134 ഫിയറ്റ് കാറിന് ചുറ്റും അകത്തുമൊക്കെ ചെടികൾ വളർന്ന് സീറ്റുകൾ പൊട്ടിപ്പൊളിഞ്ഞ് പിഞ്ഞ് ചുറ്റിനും കാറിൻ്റെ ചുറ്റും തുരുമ്പ് പിടിച്ച് ടയറുകളെല്ലാം നശിച്ച് നാമാവിശേഷമായി കിടക്കുമ്പോഴാണ് വലിയച്ഛൻ്റെ കാറെടുത്ത് മാറ്റാനായിട്ട് കണ്ണൻ നായർ ചെന്നത്. ഒരാക്രി കച്ചവടക്കാരനെ വിളിച്ച് തുരുമ്പ് വിലയ്ക്ക്, ഇരുമ്പ് വിലയ്ക്കല്ല തുരുമ്പ് വിലയ്ക്ക് കണ്ണൻ ആ കാറിനെ തൂക്കി വിറ്റു. മറ്റാരുമല്ല ആ കാര്യം എന്നോട് പറഞ്ഞത്, കണ്ണൻ നായരാണ് പറഞ്ഞത്. എൻ്റെ ഫോണിൽ തപ്പിയാൽ വോയിസ് മെയിലായിട്ട് കിടപ്പുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാനിത് മറക്കാതിരിക്കാൻ വേണ്ടിയൊക്കെ അന്ന് റെക്കോർഡ് ചെയ്യുമായിരുന്നു. പക്ഷേ ഉണ്ടോ എന്തോ, ഞാൻ പിന്നെ ഇതുവരെയും കണ്ണൻ്റെ നമ്പർ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. എൻ്റെ അക്കാലത്തെ അവിവേകമായി ചേട്ടൻ കൂട്ടിക്കോ എന്നാണ് ആ കാർ ആക്രി വിലയ്ക്ക് വിറ്റതിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടാ കണ്ണാ, അത് കൊല്ലത്ത് കൊണ്ടുവന്ന് റീപെയിൻ്റൊക്കെ ചെയ്ത് 4 പുതിയ ടയറുമൊക്കെ ഇട്ട് ഓടിക്കണ്ട, വീട്ടിൻ്റെ മുറ്റത്ത് ഇടാമായിരുന്നു വലിയച്ഛൻ്റെ സ്മാരകമായിട്ട്. അതെൻ്റെ ഒരു അവിവേകമായി ചേട്ടൻ കൂട്ടിക്കോ എന്നാണ് കണ്ണൻ എന്നോട് പറഞ്ഞത്. അതുപോലെ തന്നെ കോഴിമുട്ട പോലുള്ള റൈബാൻ ഗ്ലാസ്, കറുത്ത സ്ട്രിപ്പുള്ള സിറ്റിസൻ്റെ ഒരു വാച്ച്, ഇത് രണ്ടും ജയേട്ടൻ്റെ വാട്ടർ മാർക്കായിരുന്നല്ലോ. ജയനെക്കുറിച്ച് കണ്ണൻ ഡോക്യുമെൻ്ററി എടുക്കാൻ ഇറങ്ങിയപ്പോൾ ജയൻ ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും കണ്ണൻ വീട്ടിൽ വന്ന് അനിയത്തി ലക്ഷ്മിയിൽ നിന്ന് വാങ്ങിച്ച് എറണാകുളത്തേക്ക് കൊണ്ടുപോയി. ഡോക്യുമെൻ്ററി ചിത്രീകരണം പാതി വഴിക്ക് നിലച്ചു. കണ്ണനോടൊപ്പം കമ്പനി അടിക്കാൻ വന്ന ആരോ കണ്ണൻ അറിയാതെ ആ പ്രിയപ്പെട്ട വാച്ച് അടിച്ചു മാറ്റി കൊണ്ടുപോയി. ലഹരിയൊക്കെ വിട്ടഴിഞ്ഞ് എപ്പോഴോ ആണ് കണ്ണൻ അറിയുന്നത് തൻ്റെ വലിയച്ഛൻ്റെ വാച്ച് ഏതവനോ അടിച്ചു മാറ്റി എന്ന സത്യം. അതും കണ്ണൻ എന്നോട് പറഞ്ഞു. ജയൻ്റെ ബാക്കി പത്രം എന്ന് പറയാവുന്നത് ഇപ്പോൾ ഉള്ളത് അദ്ദേഹത്തിൻ്റെ സേവിങ് അക്കൗണ്ടിലെ പാസ്ബുക്കും പാസ്പോർട്ടുമാണ്. ഇത് രണ്ടും ഡോക്ടർ ലക്ഷ്മിക്ക് സ്വന്തമായുണ്ട്. ആകപ്പാടെ ലക്ഷ്മിയിലുള്ള വലിയച്ഛൻ്റെ
ബാക്കി പത്രം അതൊക്കെയാണ്. ലെതർ സൂട്ട് കേസ്, എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു ലെതർ സൂട്ട് കേസ് ഉണ്ടായിരുന്നു. മേക്കപ്പ് ചെയർ, മേക്കപ്പ് ചെയ്യാനായിട്ടിരിക്കുന്ന കസേര, പിന്നെ ബോഡി ബിൽഡിങ്ങിനുള്ള കസരത്തൊക്കെ എടുക്കാനുള്ള ഡംബൽസ് പോലുള്ള സാധനങ്ങളല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വർഷങ്ങളോളം കിടന്നപ്പോൾ നശിച്ചു പോയി. 45 വർഷമായില്ലേ. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ മേക്കപ്പ് മാൻ, എനിക്ക് പരിചയമുള്ള, നല്ല പരിചയമുള്ള ആളാണ്. സങ്കീർത്തനം പോലെ അദ്ദേഹമായിരുന്നു മേക്കപ്പ്. ജയമോഹനെങ്കിലും അതൊക്കെ സൂക്ഷിച്ച് വയ്ക്കാമായിരുന്നു എന്ന് ഇപ്പോൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലെങ്കിലും ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു. ജയമോഹനെങ്കിലും അതെടുത്ത് വീട്ടിൽ കൊണ്ടിടണമായിരുന്നു, അത് ഈ മേക്കപ്പ് കസേരയും ആ ബ്രീഫ് കേസും ഒക്കെ. ഇന്ന് അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ജയൻ്റെ പേരിലുള്ള സംഘടനകൾ ഭദ്രമായി സൂക്ഷിച്ചു വച്ചേനെ. പക്ഷെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വെള്ളം ഒഴുകി പോയിട്ട് പാലം കെട്ടിയിട്ട് കാര്യം എന്താ? മധുരം തീർത്തും ഒഴിവാക്കിയിട്ടുള്ള ഭക്ഷണശീലമായിരുന്നു വലിയച്ഛനെന്ന് ഡോക്ടർ ലക്ഷ്മി പറയുന്നു. വറുത്തരച്ച കൊഞ്ച് തീയൽ വലിയച്ഛൻ്റെ പ്രിയപ്പെട്ട കറിയായിരുന്നത്രേ. വന്നു പോകുമ്പോൾ ഹോർലിക്സ് വാങ്ങിക്കുമല്ലോ, അതിൻ്റെ ചില്ല് കുപ്പി നിറയെ കൊഞ്ച് തീയലുമായിട്ടായിരുന്നത്രേ എറണാകുളത്തേക്കുള്ള യാത്ര. തലസ്ഥാനത്തെ ജയൻ കലാ സാംസ്കാരിക സമിതിയുടെ ജയൻ്റെ പേരിലുള്ള എല്ലാ വർഷവും കൊടുക്കുന്ന ജയൻ പുരസ്കാരം ഉണ്ടല്ലോ, ഇത്തവണ നമ്മുടെ പ്രിയപ്പെട്ട നടി മല്ലിക ചേച്ചിക്കായിരുന്നു. റിട്ടയർഡ് DGP അലക്സാണ്ടർ ജേക്കബ് സാറായിരുന്നു സമ്മാനദാനം നിർവഹിച്ചത്, പുരസ്കാരം നൽകിയത്. ഒരു പ്രാസംഗികനായിട്ട് ഞാനും ഉണ്ടായിരുന്നു. നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ അദ്ദേഹം അവിടെ പറഞ്ഞു. കുഞ്ഞുങ്ങളില്ലായിരുന്ന തേവള്ളി കൊട്ടാരം വിചാരിപ്പുകാരൻ മാധവൻപിള്ള എന്ന സത്രം മാധവൻപിള്ളയോട് ഒരു സന്യാസി വര്യൻ പറഞ്ഞത്രേ, താങ്കൾ ഈ കൊട്ടാരത്തെ മുറ്റത്തിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ ഒരു മാവിൻ തൈയും ഒരു ആലിൻ തൈയും നട്ട് വളർത്തിയെടുക്കണം, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാധവൻപിള്ള അതുപോലെ ചെയ്തു. കൊല്ലത്തെ പോലീസ് ആസ്ഥാനമായി മാറിയ ആ കെട്ടിടത്തിൻ്റെ മുറ്റത്ത് ഇപ്പോഴും പടർന്നു പന്തലിച്ച ആ ആൽമരവും മാവും ഉണ്ട്. ഈ ചെടികൾ നട്ട ശേഷമാണ് കൃഷ്ണൻ നായർ എന്ന ജയൻ്റെ ജനനം. തുലാക്കൂറിൽ ജനിച്ച ഈ കുട്ടി 31 വയസ്സ് പിന്നിട്ട ശേഷം ബാക്കി ചിന്തിക്കാമെന്നും അദ്ദേഹം മാധവൻപിള്ളയോട് പറഞ്ഞത്രേ. NCC മുതൽ ഏത് കാര്യത്തിലും വിജയം വരിക്കുന്നതിനായിരുന്നു കുട്ടിയായിരുന്നപ്പോൾ ജയൻ. നേവിയിൽ ഉദ്യോഗം കിട്ടിപ്പോയി. ഒരു റിപ്പബ്ലിക് ഡേയുടെ ആണോ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആണോ എന്നറിയില്ല, യുദ്ധക്കപ്പലിൽ ആഘോഷവേളയിൽ കൊടി ഉയർത്തുമ്പോൾ, ദേശീയ പതാക ഉയർത്തുമ്പോൾ അത് കയറിൽ കുരുങ്ങിപ്പോയി. ഉയരമുള്ള ആ പൈപ്പിൽ കയറി കുരുക്ക് നൂർത്തെടുക്കാനായിട്ട് ഉദ്യോഗസ്ഥർ ആരും, സീനിയറായ ആരും തയ്യാറാകാതെ നിന്നപ്പോൾ യുവാവായ കൃഷ്ണൻ നായർ ആ പൈപ്പിൻ്റെ മേളിലേക്ക് കുതിച്ച് കയറി കുരുക്കഴിച്ചു. അങ്ങനെ മേലുദ്യോഗസ്ഥന്മാരുടെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങി. നേവിയിലെ ഉദ്യോഗം ഉപേക്ഷിച്ചു പോന്നത് 31-ാം വയസ്സിലാണ്. തൻ്റെ കാര്യം 31 കഴിഞ്ഞ് പറയാം എന്ന് ജോത്സ്യൻ്റെ പ്രവചനം ഉണ്ടായിരുന്നല്ലോ. ചിലപ്പോൾ അത് ജയേട്ടൻ മനസ്സിൽ സൂക്ഷിച്ചിരിക്കാം. അതുകൊണ്ടായിരിക്കാം 31 വയസ്സ് കഴിഞ്ഞപ്പോൾ ഇനി റിസ്ക്കുള്ള നേവിയിലെ ഉദ്യോഗം വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം പിരിഞ്ഞത്. 31 വയസ്സ് കഴിഞ്ഞാൽ എന്താകും തൻ്റെ ജീവൻ എന്ന് ചിന്തിച്ചിട്ടാകുമോ അദ്ദേഹം അനുജൻ്റെ വിവാഹം ആദ്യം നടത്തിയത് എന്നറിയില്ല. ആരോടും ഭംഗിയായി പെരുമാറുന്ന, ആരെയും കൊതിപ്പിക്കുന്ന ആകാര സൗഷ്ഠവവും കൈമുതലായി ഉണ്ടായിരുന്ന ജയൻ വിവാഹത്തിന് പിടികൊടുക്കാതെ ജീവിച്ചതും താൻ കാരണം ഒരു പെൺകുട്ടി കൂടി വിധവയാകണ്ട എന്ന് ധരിച്ചിട്ടുണ്ടാകാനാണ് സാധ്യത. 31 വയസ്സിൽ തീരുമെന്നല്ലേ ജോത്സ്യം പറഞ്ഞത്. എന്തായാലും ജയൻ അവാർഡ് ദാനം നിർവഹിച്ച ശേഷം അലക്സാണ്ടർ ജേക്കബ് സാറ് പ്രസംഗിച്ചത് രസകരമായിരുന്നു. കോളേജ് അധ്യാപനത്തിൽ തുടങ്ങി IPS എടുത്ത് വനിതാ കമ്മീഷൻ ഡയറക്ടർ അടക്കം പലയിടത്തും ജോലി ചെയ്ത് ജയിൽ മേധാവി ആയപ്പോഴാണ്
കേരളത്തിലിപ്പോൾ പ്രചുര പ്രചാരം നേടിയ ചുരുങ്ങിയ വിലയ്ക്ക് രുചികരവും വൃത്തിയുമുള്ള ജയിൽ ചപ്പാത്തിയും ചിക്കനുമൊക്കെ തുടക്കമിട്ടത്. ജയിൽ ചപ്പാത്തി വളരെ പ്രശസ്തമാണല്ലോ. അത് വലിയ വിജയമാക്കുകയും ചെയ്തു അദ്ദേഹം. ജയിൽ വകുപ്പിന് കോടികൾ നേടാനുള്ള ഒരു ബിസിനസ്സായി മാറി. കഴിഞ്ഞ ജന്മത്തിൽ താൻ അമ്പലപ്പുഴ രാജാവിൻ്റെ മന്ത്രിയായിരുന്നെന്നും തന്നെ രാജാവിൻ്റെ കിങ്കരന്മാർ കുളത്തിൽ മുക്കി കൊന്നു എന്നുമാണ് അലക്സാണ്ടർ സാർ പറയാറ്. അദ്ദേഹം അമ്പലപ്പുഴ രാജാവിൻ്റെ മന്ത്രിയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് പൂർവ്വജന്മം എന്തായിരുന്നു എന്ന് കണ്ടെത്താനാകുമെന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ ജസ്റ്റിസ് ബി ആർ കൃഷ്ണയ്യർ ഭാര്യ മരിച്ച ശേഷം ഭാര്യയുമായിട്ട് സംസാരിക്കുന്നു. ഞാൻ സംസാരിക്കാറുണ്ട് അന്നന്ന് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് തർക്കിക്കാക്കില്ല. അതെങ്ങനെ സാറേ എന്ന് ചോദിക്കാൻ പറ്റില്ല. അതുപോലെയാണ് അലക്സാണ്ടർ സാർ പറയുന്നത്. 1400 വർഷം മുമ്പ് പ്രവാചകൻ പ്രവചിച്ചത് ഇന്ന് നടക്കുന്നത് കണ്ട് ശാസ്ത്രം അന്താളിക്കുന്നുവെന്നും മരിച്ചയാളെ തിരിച്ചു വിളിക്കുന്നത് എങ്ങനെ എന്നൊക്കെ എനിക്കറിയാമെന്നും കാര്യകാരണസഹിതം പറയുന്ന ആളാണ് അലക്സാണ്ടർ ജേക്കബ് സാർ. ഒരു ചോദ്യം രഹസ്യമായി ചോദിക്കാൻ ജയൻ കലാ സാംസ്കാരിക സമിതി എന്നോട് രഹസ്യമായിട്ട് എൻ്റെ കാതി എന്ന് പറഞ്ഞു. ഒരു കാര്യം ഒന്ന് അലക്സാണ്ടർ ജേക്കബ് സാറിനോട് ചോദിക്കുമോ എന്നിട്ട്. ഞങ്ങൾക്ക് എന്തേ അല്ല ഈ ഡി എൻ എ ടെസ്റ്റ് എന്ന് ഇവിടെ പലരും പറയുന്നല്ലോ. ഇപ്പോൾ ജയൻ്റെ പിതൃത്വം അവകാശപ്പെടുന്ന ഒരു പയ്യനും ഇത് പറഞ്ഞുകൊണ്ട് നടക്കുകയാണല്ലോ. അതെങ്ങനെ നടത്തുന്നത് എന്നൊന്ന് ചോദിക്കാൻ പോകുന്നു. കാരണം കയ്യിൽ 2 സിറിഞ്ചോ എന്തോ വാങ്ങിച്ചു വെച്ചുകൊണ്ട് ഈ ജയനെ തന്തയാക്കി നടക്കുന്ന ചെറുക്കൻ പറയാറുണ്ട്, DNA-കളെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ഇനി അതിൽ നിന്ന് ആ ലക്ഷ്മിയോ ആദിത്യനോ ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ മതി, കയറ്റി കൊടുത്തിട്ട് എടുത്ത് പരിശോധിക്കാം എന്നാണ് അവൻ പറയണ്ടേ. ഞാൻ അദ്ദേഹത്തോട് കൂളായി ചോദിച്ചു, സാറേ ഈ DNA ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോർമാലിറ്റീസും ആ ടെസ്റ്റ് എന്താണ് എന്ന് ചോദിച്ചു. ഒന്നും മറക്കാതെ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ DNA ടെസ്റ്റ് എളുപ്പമാണ്. മുമ്പ് രക്തസാമ്പിളൊക്കെ എടുത്ത് പൂനെക്ക് അയച്ച് റിസൾട്ട് കാത്തിരിക്കണം. ഇപ്പോൾ LBS ലാൽ ബഹദൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തിരുവനന്തപുരത്ത് തന്നെ ടെസ്റ്റ് നടത്താം എന്ന മറുപടിയാണ് അദ്ദേഹം തന്നത്. ബഹളവും തിരക്കും കാരണം കൂടുതൽ ചോദ്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് DNA-യെക്കുറിച്ച് ചോദിച്ചില്ല. വീടെത്തിയിട്ട് പത്രക്കാരായ സുഹൃത്തുക്കൾ, വക്കീലന്മാർ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ മുതലായ 1 ഡസൻ പേരെങ്കിലും ഞാൻ വിളിച്ച് DNA-യെക്കുറിച്ച് ചോദിച്ചു. മിക്കവരും പറഞ്ഞത് കൃത്യമായ വിവരങ്ങൾ താങ്കൾക്ക് കിട്ടുകയാണെങ്കിൽ എനിക്കും കൂടി തരണേ എന്നായിരുന്നു. കാരണം പലരും അജ്ഞരാണ് DNA-യെക്കുറിച്ച്. ഇനി ആര് എന്ന് ഞാൻ ചിന്തിക്കുമ്പോഴാണ് പെട്ടെന്നൊരു മുഖം എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നത്. ദിലീപിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ചാനൽ ചർച്ചകളിൽ ഞാൻ പങ്കെടുക്കുന്ന കാലത്ത് നിരന്തരമായി ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റൊരു മുഖമായിരുന്നു ഡോക്ടർ ജെയിംസ് വടക്കാഞ്ചേരി. അത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, അയ്യോ ജെയിംസ് വടക്കാഞ്ചേരി സാറിനെ വിളിച്ചാലോ എന്ന്. കാരണം സാറുമായി ദിലീപ് വിഷയത്തിൽ ആധികാരികമായ നിയമവശങ്ങൾ മുഴുവൻ പറയുന്നത് സാറായിരുന്നു. പ്രശസ്തനായ ക്രിമിനോളജിസ്റ്റാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, കിട്ടി. ഇത്തരം വിഷയങ്ങളുമായി നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് വടക്കാഞ്ചേരി സാർ. ഞാൻ കാര്യം പറഞ്ഞു, DNA എന്ന് പറഞ്ഞാൽ എന്ത്, DNA നടത്താൻ ആർക്കും പറ്റുമോ, DNA വിശ്വാസയോഗ്യമാണോ ഒക്കെ ചോദിച്ചു. സാറ് പറഞ്ഞത് ജനറ്റിക്കൽ മെറ്റീരിയൽ, അതായത് ബയോളജിക്കൽ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുന്ന ടെസ്റ്റാണ് DNA ടെസ്റ്റ്. ഡിയോക്സി റിബ്നോലിക് ആസിഡ് ടെസ്റ്റ് എന്നാണ് DNA-യുടെ ഫുൾ ഫോം. കോടതിയിൽ നമ്മൾ അപേക്ഷിക്കണം. കോടതി 2 പേര് ചെന്നിട്ട് ഞങ്ങൾക്ക് DNA ടെസ്റ്റ് എടുക്കുന്നത്, ഞാൻ എൻ്റെ മോളാണോ മോനാണോ ഇവൻ, അല്ലെങ്കിൽ എൻ്റെ തന്തയാണോ ഇയാൾ എന്ന് ഒരു പരാതി കൊടുത്താൽ കോടതി 2 കൂട്ടരെയും വിളിക്കും. ക്രോസ് വിസ്താരത്തിന് ശേഷം ഇത് DNA ടെസ്റ്റ് നടത്തേണ്ടതാണെന്ന് കോടതിക്ക് ബോധ്യമായാൽ കോടതി അനുവദിക്കും. അങ്ങനെ അനുവദിച്ചാൽ മാത്രമേ DNA ടെസ്റ്റ് നടത്താൻ കഴിയൂ. ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഏത് യൂട്യൂബറെ കണ്ടാലും ഒരു പൊതിയെടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, DNA ടെസ്റ്റിനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്, ആരെങ്കിലും ഒരുത്തം ഇങ്ങോട്ട് വന്നാൽ മതി, ആദിത്യനോ ആ ലക്ഷ്മിയോ ആരെങ്കിലും വന്നാൽ മതി, ഇപ്പം ഞാൻ തെളിയിച്ചു തരാം എൻ്റെ അച്ഛൻ ആരെന്ന് എന്നൊക്കെ പറഞ്ഞാണല്ലോ പയ്യെ നടക്കണേ. DNA ടെസ്റ്റ് ചെയ്യാൻ സിറിഞ്ച് വാങ്ങി
നടക്കുന്നത് കാണുമ്പോൾ നമ്മളെന്ത് പറയുന്നത്, ആ കാഴ്ച നമ്മളെല്ലാവരും കാണുന്നതാണല്ലോ ദിവസവും. പേരൻ്റ് ആരാണെന്നറിയാൻ മാത്രം ചെയ്യുന്ന ടെസ്റ്റാണിത്. കോടതിയിൽ അപേക്ഷ കൊടുത്ത് കോടതിക്ക് ഈ അപേക്ഷ നീതിയുക്തമാണെന്ന് ബോധ്യപ്പെട്ടാൽ കോടതി അനുവദിക്കണം ഈ ടെസ്റ്റ് നടത്താൻ. ആദ്യകാലത്ത് രക്തം പരിശോധിച്ച് റിസൾട്ട് പറയലാണ് ഉണ്ടായിരുന്നത്. അച്ഛൻ്റെ ഗ്രൂപ്പ് എ, അമ്മയുടെ ഗ്രൂപ്പ് AB, കുഞ്ഞിൻ്റെ ഗ്രൂപ്പ് O എന്നൊക്കെ വന്നാൽ കുളമാവും. അല്ല ABയോ AO ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങളാണെന്ന് പറയും. പക്ഷേ അതിൽ ഒരുപാട് പിഴവ് പറ്റാം. എന്നാൽ ഇന്ന് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഒരു കുറച്ച് കോശം എടുത്ത് കിട്ടിയാൽ ആധികാരികമായ റിസൾട്ട് കിട്ടും. അതാണ് DNA. ഞാൻ DNA ടെസ്റ്റ് ചെയ്യാനുള്ള കിറ്റ് വാങ്ങിയിട്ടുണ്ട്. ചുണയുണ്ടെങ്കിൽ പോരിന് പാടാന്ന് വെല്ലുവിളിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് ക്രിമിനോളജിസ്റ്റായ വടക്കഞ്ചേരി സാർ എന്നോട് പറഞ്ഞത്. വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ചിറങ്ങിയ മണ്ട ശിരോമണികളെ പറ്റിക്കാം എന്ന് മാത്രം. ഈ മഹാൻ്റെ പുറകെ ഫോണും പിടിച്ച് നടക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ സഹതാപമാണ് തോന്നാറ്. ഇയാളെ വേഷം കെട്ടിച്ച് സ്റ്റേജിൽ കയറ്റി ഇതാ ജയൻ്റെ വിഗ്, ഇതാ ജയൻ്റെ ഷർട്ട് എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് എന്തെല്ലാം കോക്കറികൾ കാണിപ്പിക്കാമോ അതൊക്കെ ഇപ്പോൾ ചെയ്യിപ്പിക്കുകയാണ്. ജയൻ്റെ തടിയൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ പട്ടിണിയായിരുന്നു, നല്ല ഭക്ഷണം കിട്ടിയാലല്ലേ തടി വയ്ക്കൂ എന്നാണ് ഈ മഹാൻ്റെ വർത്തമാനം. ആ തടി വയ്ക്കേണ്ട കാലത്ത് എനിക്കൊന്നും കിട്ടിയില്ല, ഞാൻ പട്ടിണിയായിരുന്നു എന്നാണ് പറഞ്ഞത്. കുറേ ദിവസം മുമ്പ് പറഞ്ഞു എൻ്റെ അമ്മ ജോലി ചെയ്തുകൊണ്ടതാണെന്ന് ജയൻ്റെ വീട്ടിൽ ജയനെയും ജയൻ്റെ അനിയനെയും ജയൻ്റെ അമ്മയൊക്കെ വളർത്തിയത്. ഇപ്പോൾ പറയുന്നത് ഞാൻ പട്ടിണിയായിരുന്നു, നല്ല ഭക്ഷണം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ തടി വച്ചില്ല എന്നാണ് പറയുന്നത്. അല്ലേൽ എന്താ പറയുക, നിങ്ങൾ ജയൻ്റെ ശബ്ദവുമായിട്ട് യാതൊരു സാമ്യമില്ലല്ലോ എന്ന് ചോദിച്ചാൽ അപ്പോൾ തന്നെ ഇയാളുടെ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അറ്റ്മോസ്ഫിയർ ശരിയല്ല എന്നാണ്. അറ്റ്മോസ്ഫിയർ ശരിയായിരുന്നെങ്കിൽ ജയനെ പോലെ മുഴക്കമുള്ള ശബ്ദം ആയിരുന്നനെ. അതും ഈ പട്ടിണി കൊണ്ടാണ് ഈ ശബ്ദവും പോയത്. അമ്മയ്ക്കൊരു കിട്ടിയനുള്ളപ്പോൾ അമ്മ മറ്റൊരുത്തനിൽ നിന്നും എന്നെ ജനിപ്പിച്ചു എന്ന് പറയണമെങ്കിൽ അപാര ജന്മമായിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഒരുമാതിരിപ്പെട്ടവരാരും പറയില്ല. ഇത് അനശ്വരനായ ഒരു നടൻ്റെ പേര് പറഞ്ഞ് വയറ്റിപ്പഴപ്പിന് വേണ്ടി ചെയ്യുന്നതായിരിക്കാം. ഞാനിവിടെ ഈ മഹാൻ്റെ പേരോ ഫോട്ടോയോ ഉപയോഗിക്കാഞ്ഞത് എനിക്ക് ജയൻ്റെ അത്രയും ബലിഷ്ഠമായ ഇടി ഇയാൾ തന്നാലോ എന്ന് പേടിച്ചല്ല. എൻ്റെ ഭാര്യയൊക്കെ കയറി ഇയാൾ അനാവശ്യം പറഞ്ഞോളെ. ഒരിക്കൽ അങ്ങനെ പറഞ്ഞതിൻ്റെ ഫലം ഈ മഹാൻ അനുഭവിച്ച കഥ വീട്ടിൽ വന്ന് മോനും ഭാര്യയും പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് സത്യമായിട്ട് ദുഃഖം തോന്നി. അന്ന് ഉറപ്പിച്ചതാണ് ഈ മഹാനെപ്പറ്റി ഇനി പറയേണ്ട. തിരുവനന്തപുരത്ത് സൈബർ സെല്ലിൽ കൊണ്ടുവന്ന ഒരു പരാതി കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനെന്നേ, നമ്മളെന്തിനു ചെയ്യണം? അല്ല ഞാൻ അർത്ഥദഗ്നയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, സിനിമാ നടിയായിരുന്നു, വഴിവിട്ട് ജീവിച്ചവനാണ് എന്നൊക്കെ ജീവിച്ചവളാണ് എന്നൊക്കെ ഒരു വൃത്തികെട്ട ചെറുക്കം പറയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് സിന്ധു പറഞ്ഞു. അണ്ണൻ എന്തും പറഞ്ഞോട്ടെ, പക്ഷേ എന്നെ എന്തും പറയാമല്ലോ ആർക്കും, എന്നെ പറയാൻ പറ്റില്ല എന്ന്. അപ്പോൾ മകൻ കൂടുതൽ ശടിച്ചു. മകൻ പറഞ്ഞു അച്ഛൻ ഇടപെടേണ്ട ഇതിൽ. ഞാൻ പറഞ്ഞു ഞാൻ വരെയൊന്നുമില്ല, ഇല്ല വേണ്ട ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ് സൈബർ സെല്ലിൽ പരാതി കൊടുത്തു. സൈബർ സെല്ലിൽ നിന്ന് ഇയാളെ വിളിച്ചപ്പോൾ ഇയാൾ കൈമലത്തി. ഇയാൾ പറഞ്ഞു ഇത് ഞാനല്ല പറഞ്ഞത് കേട്ടോ, അത് കൊട്ടാരക്കര വിക്രമനാണ് പറഞ്ഞത്. വിക്രമൻ പറഞ്ഞത് സത്യമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു. അപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നീ അത് സത്യമാണെന്ന് വിചാരിക്കുമല്ലേ, നീ വാ നാളെ ഇങ്ങ് വരണം കേട്ടോ എന്ന് പറഞ്ഞു. അവൻ്റെ ചാനലുകാരനെയും വരാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. കൊട്ടാരക്കര വിക്രമനെയും വിളിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായി പിന്നെ എന്തായി എന്ന് എനിക്കറിയില്ല. ഞാൻ ആ ചാപ്റ്ററിൽ ഇടപെട്ടില്ല. പിറ്റേ ദിവസം സിന്ധുവും മകനും എൻ്റെ 2 അളിയന്മാരും കൂടി സൈബർ പോലീസ് സ്റ്റേഷനിൽ പോയി. ഇവർ കയറി ചെല്ലുമ്പോൾ കാണുന്ന രംഗം, ഈ ജയൻ്റെ മകനെന്ന് പറഞ്ഞ് കിടക്കുന്ന ഈ പീക്കറി ചെറുക്കനെ നിലത്തിരുത്തിയിരിക്കുക, കുത്തിയിരുത്തിയിരിക്കുക, നേരെ ചാരിയിരിക്കാനല്ല, കുത്തി തവള ഇരിക്കും പോലെ ഇരിക്കുക. മകനും ഭാര്യയും അകത്ത് കയറ്റി ആദ്യം, മറ്റവരാദ്യം കയറ്റിയില്ല. എൻ്റെ ഭാര്യയെ കണ്ടടം, സിന്ധുവിനെ കണ്ടടം ചോദിച്ചു, എടാ ഇതാരെന്നറിയാമോ എന്ന് ചോദിച്ചു. എനിക്കറിഞ്ഞൂടെ അവരെ എന്ന് പറഞ്ഞു. ഇതാണ് ശാന്തിവിള ദിനേശൻ്റെ ഭാര്യ. ഞാൻ കള്ളം പറയുകയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ അവൻ നാളെ യൂട്യൂബിൽ എന്നെ തള്ളക്കി വിളിക്കുമ്പോൾ അവൻ ഇത് പറയും. ഇയാൾ എൻ്റെ പൊന്നു സഹോദരി എന്ന് പറഞ്ഞ് സിന്ധുവിൻ്റെ കാലി പിടിച്ചിട്ട്
എനിക്കൊരു തെറ്റ് പറ്റി, ശാന്തിയുള്ള ദിനേശ് സാറിൻ്റെ ഭാര്യ ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു, നീ എങ്ങനെ ഉദ്ദേശിച്ചു? എനിക്കൊരു തെറ്റ് പറ്റിയതാണ്. സിന്ധുവിനോട് ആ SIO CIO ആണ് പറഞ്ഞു പുറത്തു പോകാൻ. എൻ്റെ മുമ്പിൽ വെച്ച്, എൻ്റെ മകൻ്റെ മുമ്പിൽ വെച്ച് ഇവനെ ചാവിട്ടി ഒരു പരുവാക്കി. ഇവൻ്റെ ബഹളവും ഇതൊക്കെ കേട്ടപ്പോൾ സിന്ധു കയറി വന്നിട്ടുണ്ട്, സാർ അങ്ങനെ ചെയ്യരുത് സാർ, എനിക്ക് പരാതിയില്ല സാർ, ചെയ്യരുത് സാർ എന്നൊക്കെ പറഞ്ഞു പെങ്ങളങ്ങോട്ട് വെള്ളയിലേക്ക്. ഇവൻ ഇനി ആരെയും പറയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ശരിക്കും കൊടുത്തു. എന്നിട്ട് ഇത് കോടതിയിലേക്ക് കേസ് റെഫർ ചെയ്യണമെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, ഇല്ല, ഞങ്ങളെപ്പറ്റി ഇനി പറയരുത്. അച്ഛനെ എന്തും പറഞ്ഞോട്ടെ, പക്ഷേ എന്നെയും എൻ്റെ അമ്മയും പറയാൻ പാടില്ല, ഞങ്ങളിതിൽ പങ്കാളികളല്ലല്ലോ എന്ന് പറഞ്ഞു. ഇനി ഞാൻ ചെയ്യില്ല സഹോദരി എന്നൊക്കെ പറഞ്ഞ് ഇവനെ എഴുതി വെച്ച് വിട്ടു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സിന്ധുവും മോനും അവിടെ 2 സഹോദരന്മാരും ഉണ്ടല്ലോ കൂടെ. എനിക്കൊരു തെറ്റ് പറ്റിയതാണ് മാഡം, എന്നോട് ക്ഷമിക്കണം, ശാന്തിയുള്ള ദിനേശ് സാറിൻ്റെ ഭാര്യ ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എങ്ങനെയാണെന്ന് അവൻ വിചാരിച്ചെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തോ അവൻ്റെ മനസ്സിലൊരു ഇമേജ് ഉണ്ടായിരുന്നിരിക്കാം, സിന്ധു എങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതായിരിക്കും വിചാരിച്ചത്. ഇപ്പോൾ സിന്ധുവിൻ്റെ അനുജൻ്റെ സഹോദരൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ പോടാ നിൻ്റെ ജോലിക്ക് പോടാന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ അടിയൂടെ വെച്ച് കൊടുത്തന്നെ. കാരണം ഒന്നാമത് 6 അടി 3 ഇഞ്ചോ 4 ഇഞ്ചോ പൊക്കമുണ്ട് സിന്ധുവിൻ്റെ അനിയൻ. അവിടെ വെച്ച് ആ ചാപ്റ്റർ അവസാനിപ്പിച്ചു. പക്ഷേ ഈ കഥ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഒരു ചെറുപ്പക്കാരനല്ലേ, അയാളെ പോലീസ് സ്റ്റേഷനിൽ നിലത്ത് കുത്തിയിരുത്തുക എന്ന് പറഞ്ഞാൽ, ചാരി ഇരിക്കാൻ പോലും സമ്മതിക്കാതെ കുത്തിയിരുത്തുക, എന്നിട്ട് CIO SIO മർദ്ദിക്കുക എന്നൊക്കെ പറയുമ്പോഴേ, അപ്പോൾ എനിക്ക് കൗതുകം തോന്നിയൊരു കാര്യം, ഇയാളെ ആർക്കും വേണ്ടാത്തൊരാളാണ്. സിന്ധുവും അച്ഛനും നിൽക്കുമ്പോൾ ഇവൻ പറയുകയാണെന്ന്, ഇവനെ പുറത്ത് വിടില്ല, നിന്നെ പുറലോകം കാണിക്കില്ല എന്നു പറഞ്ഞു. സാറേ, എനിക്ക് പുറത്ത് നടന്നാലും അകത്ത് കിടന്നാലും ഒരുപോലെ തന്നെ. നമ്മളാണെങ്കിൽ പറയുമോ, നമ്മൾ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ജയിലിലോ നമുക്ക് ഒരു മണിക്കൂർ കിടക്കാൻ പറ്റുമോ? എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഈ മഹാൻ പറയുകയാണെന്ന്, എനിക്ക് അകത്ത് കിടന്നാലും പുറത്ത് കിടന്നാലും ഒരുപോലെ തന്നെ, സാറ് പിടിച്ചെന്നെ അകത്തിട് എന്ന് പറയാം. ഇങ്ങനെ പറയുന്നതിനെ ഒരു പോക്രിയേറ്റല്ലേ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇത്രയും പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ആ വിഷയം അവിടെ വിട്ടു. അതിനുശേഷം ഞാൻ അവനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് ഞാൻ ഇത് പറയാൻ കാര്യം, ഇപ്പോൾ ഏതൊരു അലവലാതെ യൂട്യൂബ് ചാനലിലെ ഒരുത്തൻ ചെന്ന് ഇവനോട് ഈ ശാന്തിയുള്ള ദിനേശിനെ കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ ഇവൻ ഈ കഥ മുഴുവൻ പറയുക. അപ്പോൾ അതിൽ സൈബർ സെല്ലിലെ SI ബൈജു എന്നുള്ള SIയുടെ തന്തയ്ക്കൊക്കെ വിളിക്കുന്നു. ആ തന്തയില്ലാത്തവനില്ലേ ബൈജു, അവൻ എന്നെ ചവിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തെറി ആ സൈബർ സെല്ല് ഉദ്യോഗസ്ഥനെ വിളിക്കുന്നു. അപ്പോൾ പോലീസുകാരെ തന്തയ്ക്ക് വിളിക്കണമെങ്കിൽ തള്ളയ്ക്ക് വിളിക്കണമെങ്കിൽ അവൻ എത്ര ചങ്കൂറ്റമെന്നല്ല ചോദിക്കുക. എന്നിട്ട് അയാളൊരു അലവലാതിയല്ലേ, ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരാണ് യൂട്യൂബ് നടത്തുന്നത്, അവനൊരു നാണം കെട്ടവനാണ്, മറ്റവനാണ്, മറിച്ചവനാണെന്ന് പറഞ്ഞ് എന്നെ വീണ്ടും കുറേ തെറി പറയുന്നു. എനിക്ക് വേണമെങ്കിൽ ഇന്ന് രാവിലെ പോയി ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ചീത്തയും കൊണ്ട് വിളിച്ചുകൊണ്ട് എളുപ്പമായി കൊണ്ടുവന്ന് പരാതി കൊടുത്തിട്ട് അവനെ വരുത്താൻ വീണ്ടും. എന്തിനെന്നേ നമ്മളിതിന് പോകണം? ഞാനതുകൊണ്ടാണ് ഈ അലവലാതി ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ എടുക്കില്ല. നമ്മളതിനെ അങ്ങ് വിട്ടുപിടിക്കുകയാണ് ചെയ്യാറ്. കാരണം ഇവനൊന്നും പറ്റിയ യോഗ്യതയുള്ള ആളല്ല ഞാൻ. എനിക്കൊന്നേ ഈ മഹാനോടും ഇയാളെ കൊണ്ട് നടക്കുന്നവരോടും പറയാനുള്ളൂ. ജയൻ്റെ ബന്ധുക്കളായി അവശേഷിക്കുന്നത് ജയൻ്റെ അനുജൻ സോമൻ നായരുടെ മകൻ ആദിത്യനും മകൾ ഡോക്ടർ ലക്ഷ്മിയുമാണ്. കണ്ണൻ മരിച്ചപ്പോൾ അടക്കുന്നിടത്തൊക്കെ എന്തൊക്കെയോ കത്തിയും പോർക്കുമായിട്ടൊക്കെ ഈ മഹാൻ ചെന്ന് നിന്നിരുന്നു എന്ന് അക്കാലത്ത് കേട്ടിരുന്നു. അന്ന് ആദിത്യൻ്റെ കൈ കൊണ്ട് തീർന്നനെ, പക്ഷേ അടി കിട്ടാത്ത ദൂരത്തിൽ നിന്നു എന്നാണ് പറയണേ. കണ്ണൻ്റെ ചലനമറ്റ ദേഹത്തു നിന്നും എന്തൊക്കെയോ മുറിച്ചോ കുത്തിയോ എടുക്കാനാണ് ചെന്ന് നിന്നതെന്ന് DNA ടെസ്റ്റിന് കൊടുക്കാൻ. പക്ഷേ അത് നടന്നില്ല. ഒരു എളുപ്പ വഴി ഞാൻ ഈ ചെറുപ്പക്കാരന് പറഞ്ഞു കൊടുക്കാം. ആരുടെയും ഔദാര്യത്തിന് നിൽക്കേണ്ട. ലക്ഷ്മി ഒന്ന് വരുമോ ടെസ്റ്റിനെന്ന് ചോദിക്കേണ്ട, ആദിത്യ ഒന്ന് വരുമോ എന്നും ചോദിക്കേണ്ട. ഈ കക്ഷിക്ക് ഒരു മാന്യനായ ജ്യേഷ്ഠ സഹോദരനുണ്ട്. അയാളെ തഞ്ചത്തിലൊന്ന് കൂട്ടി കോടതിയിലേക്ക് ചെല്ലുക, ഒരു വക്കീലിനെയും വിളിച്ചുകൊണ്ട്. ഞങ്ങളുടെ 2 പേരുടെയും തന്ത 2 എനിക്കൊരു സംശയമുണ്ട്, അതൊന്ന് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് തരണം ബഹുമാനപ്പെട്ട കോടതി എന്ന് അപേക്ഷിച്ചാൽ മതി. വക്കീലിനെ കൊണ്ട് അപേക്ഷിച്ചാൽ മതി. ഞാനും എൻ്റെ ചേട്ടനും ഒരമ്മയിൽ പറഞ്ഞതാണെങ്കിൽ ഞങ്ങളുടെ 2 ഒരു തന്തയല്ല എന്നാണ് എൻ്റെ വിശ്വാസം. 40 വർഷം എൻ്റെ തന്തയായിരുന്നു. പക്ഷേ യൂട്യൂബും വാട്സാപ്പും ഒക്കെ വന്ന ശേഷം ഞാനിപ്പോൾ ഒരു സിനിമാ നടൻ്റെ മോനായിട്ടാണ് നടക്കുന്നത്. ഇതൊന്നും തെളിയിച്ച് തരണം എന്ന് പറയണം. കോടതിയിൽ നിന്നും ഉത്തരവ് വാങ്ങി
തിരുവനന്തപുരത്തേക്കൊന്ന് വന്നാൽ മതി, കോശമോ കുന്തോ എന്തോ സെല്ല് കുത്തിയെടുത്താണല്ലോ DNA ടെസ്റ്റ് നടത്തുന്നത്. ടെസ്റ്റ് ചെയ്താൽ ഉത്തരം കിട്ടും. റിസൾട്ടിലെ 2 പേരുടെയും തന്ത 2 പേരാണോ ഒരാളാണോ എന്ന് അപ്പോൾ അറിയാൻ പറ്റുമല്ലോ. 2 പേരുടെയും കോശം ടെസ്റ്റ് ചെയ്തപ്പോൾ, സെല്ല് ടെസ്റ്റ് ചെയ്തപ്പോൾ, അയ്യോ നിങ്ങൾ 2 പേരും ഒരു തന്തയ്ക്ക് പിറന്നതാണെന്ന് പറഞ്ഞാൽ ഈ കട മതിയാക്കാം. അല്ല, 2 തന്തേരെ ടെസ്റ്റാണ് ഉത്തരവാണ് വരുന്നതെങ്കിൽ ഇവൻ പറഞ്ഞതിന് കുറച്ച് സത്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ മഹാൻ അതിന് പോകില്ല. പോയി റിസൾട്ട് വന്നാൽ പിന്നെ ജയൻ്റെ പേര് പറഞ്ഞ് നടക്കുന്ന കച്ചവടം നടക്കില്ല, പൂട്ടിപ്പോവും. ഇപ്പോൾ അതുകൊണ്ടാണല്ലോ ജീവിക്കണേ. ജയിട്ടോളത്തെ ഉടുപ്പ്, ജയിട്ടോളത്തെ ഷൂ എന്നൊക്കെ പറഞ്ഞ് ജയനെ ഇത്രയും അപമാനിക്കുന്ന പാവം കേട്ടോ. 45 വർഷം കഴിഞ്ഞ് മരിച്ചിട്ട് എന്നിട്ട് ആ മനുഷ്യനിങ്ങനെ അപമാനിക്കുക എന്ന് പറഞ്ഞല്ലേ. കൊല്ലം ജില്ലയിലുള്ളവരെങ്കിലും ഇത് ഇവനെ കൊണ്ട് ചെയ്യിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിലൂടെ ജയേട്ടൻ്റെ ആത്മാവിന് മോശം കിട്ടും. അപമാനിതനായി നടക്കുന്ന ഈ മഹാൻ്റെ ജ്യേഷ്ഠനും തലയുയർത്തി നടക്കാൻ പറ്റും. എന്ത് അന്തസ്സായിട്ട് പറയണമെന്ന് ആലോചിക്കുക. 30-35 വയസ്സ് വരെ തന്ത എന്ന് പറഞ്ഞിരുന്നത് ഈ ജ്യേഷ്ഠൻ്റെ തന്ത തന്നെയാണ് ഇവൻ്റെയും തന്ത. യൂട്യൂബും ഫേസ്ബുക്കും വാട്സാപ്പൊക്കെ വന്നപ്പോൾ തന്ത കിഷൻ നായരായി മാറി. അപ്പോൾ ഈ മൂത്ത സഹോദരന് റോഡിലൊക്കെ ഇറങ്ങുമ്പോൾ ആളുകളെല്ലാം പരിഹസിക്കില്ലടാ, നിൻ്റെ അമ്മയ്ക്ക് വേറെയും കെട്ടിയ ഉണ്ടായിരുന്നു, മാപ്പിള ഉണ്ടായിരുന്നു എന്ന് ചോദിക്കില്ലേ. ജയൻ്റെ വീട്ടുകാരെ ശല്യപ്പെടുത്തുന്നു എന്ന പരാതിയും പിന്നെ വേണ്ടി വരില്ല. ഡോക്ടർ ലക്ഷ്മി വീണ്ടും കഴിഞ്ഞയാഴ്ച നവംബർ 4-ാം തീയതി കേരള മുഖ്യമന്ത്രിക്ക് ഈ അലവലാതിക്കെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ്. എൻ്റെ പിതാവ് 1999-ലും പിതാവിൻ്റെ അമ്മ 1982-ലും മരിച്ചുപോയി. അച്ഛൻ മരിച്ച് 2 വർഷത്തിന് ശേഷമാണ് ഇത്തരം വ്യാജ വാർത്തയുമായി ഇറങ്ങിയിരിക്കുന്നതെന്നും 2001-ൽ സോമൻ നായരുടെ ഭാര്യ ശ്രീദേവി ഈ വ്യാജ വാർത്തയ്ക്കെതിരെ കോടതിയിൽ കേസ് കൊടുക്കുകയും കോടതി ഇയാളെ നാട്ടിൽ കാണാൻ കൊള്ളാവുന്ന അറിയപ്പെടുന്നവരെ സ്വയം തന്തയായി പ്രഖ്യാപിക്കരുത് എന്നും വിലക്കിയതാണ്. ഇപ്പോൾ അമ്മയും മരണപ്പെട്ടു പോയപ്പോൾ വീണ്ടും കലാപരിപാടികളുമായി ഇറങ്ങി ഒരു കലാകാരൻ്റെ കുടുംബത്തെ അധിക്ഷേപിക്കുകയാണെന്നും മാനഹാനിക്ക് പരിഹാരം ഉണ്ടാക്കി തരണമെന്നും പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് ഡോക്ടർ ലക്ഷ്മി ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത് നവംബർ 4-ാം തീയതി. ഇതെല്ലാം പരിഹരിക്കാം. ചേട്ടനെയും കൂട്ടി കോടതിയിൽ പോയി ഞങ്ങളൊരു തന്തയുടേതാണോ 2 തന്തമാരുടേതാണോ എന്ന് തെളിയിച്ചു തരാൻ പറഞ്ഞാൽ മാത്രം മതി. ഈ കൊണ്ടു നടക്കുന്ന യൂട്യൂബർമാരുടെ നെഞ്ചിലെ കല്ലിറങ്ങിയും ചെയ്യും. അലക്സാണ്ടർ സാറ് 31 എന്ന് പറഞ്ഞ് ജാതകപ്രകാരം 31 വയസ്സ് വരെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഉണ്ടാവും, അത് കഴിഞ്ഞ് പിന്നെ ചിന്തിക്കാമെന്നാണല്ലോ പറഞ്ഞത്. 40കളിൽ ഒരു അപകടത്തെപ്പറ്റി ഏതോ ജാതകം എഴുതിയ ജ്യോത്സ്യനും സൂചിപ്പിച്ചിരുന്നത്രേ. ഒരു പക്ഷേ ജയേട്ടനും ഈ ചിന്ത ഉപബോധ മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കാം. ചെറുപ്രായത്തിൽ കൊടിമരത്തിൽ കയറാൻ ഭയം തോന്നാത്ത ഈ മനുഷ്യൻ ക്രെയിനിൽ തൂങ്ങാനും പോലീസ് നായകൾക്ക് മുന്നേ ഓടാനും ആനയുടെ കൊമ്പിൽ തൂങ്ങാനും ഹെലികോപ്റ്ററിൽ ബൈക്കിൽ നിന്നും ചാടിപ്പിടിച്ച് പറക്കാനുമൊക്കെ ധീരത കാട്ടിയത് ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ചങ്കൂറ്റം കാട്ടണം. പോകുമ്പോൾ അങ്ങ് പോകട്ടെ എന്ന് കരുതിയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ജയൻ അവാർഡ് ഏറ്റുവാങ്ങിയ ശേഷം മറുപടി പ്രസംഗം നടത്തിയ മല്ലിക സുകുമാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കോളിളക്കത്തിൽ പറന്നുയരുന്ന ഹെലികോപ്റ്ററിൽ തൂങ്ങിക്കയറാൻ പോകുന്നത് സുകുമാരൻ ഓടിക്കുന്ന ബൈക്കിൻ്റെ പിന്നിൽ നിന്നാണല്ലോ. ഷോട്ട് എടുക്കും മുമ്പ് സുകുമാരനോട് സീരിയസായി ഒരു കാര്യം പറഞ്ഞു ജയേട്ടൻ. ഞാൻ ഹെലികോപ്റ്ററിൻ്റെ ലാൻഡിംഗ് പാഡിൽ പിടിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷം പാഴാക്കാതെ ബൈക്ക് നേരെ ഓടിച്ച് മുമ്പോട്ട് പോകണം, അല്ലാതെ ഇങ്ങോട്ടോ പുറകിലോട്ടോ ഒന്നും തിരിയാൻ നിൽക്കരുത്. ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ ഹെലികോപ്റ്ററിൽ പിടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ സുഖു നീ മുന്നോട്ട് തന്നെ ഓടിച്ചു പോകണം. കാരണം അത് നീ വേഗത കുറയ്ക്കുകയോ വശത്തേക്ക് തിരിയുകയോ ഒന്നും ചെയ്യരുത്. ഞാൻ തൂങ്ങിക്കയറുമ്പോൾ എൻ്റെ ഭാരം കൊണ്ട് ഹെലികോപ്റ്ററിന് ബാലൻസ് തെറ്റുകയോ മറ്റോ സംഭവിച്ച് ഹെലികോപ്റ്റർ ചരിഞ്ഞാൽ വശത്തേക്കാവും ചരിക്കുക, ഒന്ന് ഇങ്ങോട്ട് അല്ലെങ്കിൽ അങ്ങോട്ടായിരിക്കും ചരിയുക. നേരെ ഓടിച്ചു പോയാൽ നിനക്ക് കുഴപ്പമൊന്നും വരില്ല. ഷോട്ടിൽ സുകുമാരൻ അതുപോലെ ചെയ്തു, അദ്ദേഹം രക്ഷപ്പെട്ടു. മുന്നിലേക്ക് ബൈക്ക് ഓടിച്ചു പോയ സുകുമാരൻ ഒരു വലിയ ശബ്ദം കേട്ട്
തിരിഞ്ഞു നോക്കുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞു. ആരോ പറഞ്ഞറിഞ്ഞ വാർത്തയിൽ സുകുമാരനും ജയനും അപകടത്തിൽപ്പെട്ടു എന്നാണ് മല്ലി ചേച്ചി അറിഞ്ഞത്. കോൾ ബുക്ക് ചെയ്ത് വിളിക്കുമ്പോൾ നടുക്കം വിട്ടുമാറാത്ത സുകുമാരൻ മറുതലയ്ക്കൽ. ഒന്നും വിശദമായി പറയാനാകാത്ത ആത്മസംഘർഷത്തിലായിരുന്നു അപ്പോൾ അദ്ദേഹം. മല്ലി ചേച്ചി പറയുന്നത് വെൽ ഡ്രസ്സില്ലാതെ, നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള ഡ്രസ്സിലല്ലാതെ ജയനെ കാണാനേ കഴിയത്തില്ല എന്നാണ്. സുകുമാരനാണെങ്കിൽ നേരെ തിരിച്ചു, ലുങ്കി എടുത്ത് നടക്കുന്നതിലാണ് അദ്ദേഹത്തിന് താല്പര്യം. ഷൂട്ടിംഗ് കഴിഞ്ഞ് രണ്ടുപേരും റൂമിലേക്ക് കയറി വന്നാൽ ഇന്ദ്രജിത്തിനെ സുകുമാരൻ പുന്നരിച്ചുകൊണ്ട് എടുക്കും. അപ്പോൾ ഇന്ദ്രൻ ഒരു നല്ല കരച്ചിലങ്ങ് പാസ്സാക്കും. കരയുന്ന സുകുമാരൻ്റെ കയ്യിൽ നിന്നും ഇന്ദ്രജിത്തിനെ ജയൻ വാങ്ങിയാൽ ഉടൻ തന്നെ ഇന്ദ്രൻ കരച്ചിൽ നിർത്തും. കുഞ്ഞുങ്ങൾ പേടിക്കാതിരിക്കണമെങ്കിൽ നല്ല വേഷം ധരിക്കണോടോ എന്നാണ് ജയൻ പറയാറുള്ളത്. അത്രേ പറഞ്ഞ് ഒരുപാടായി. മൺമറഞ്ഞിട്ട് 45-ാം വർഷത്തിലും ഒരാളെപ്പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുവെങ്കിൽ ആ മനുഷ്യൻ മലയാളിയുടെ മനസ്സിലുണ്ടാക്കിയെടുത്ത സ്ഥാനം എത്ര വലുതായിരുന്നു എന്നതിന് വേറെ തെളിവൊന്നും വേണ്ട, ജയേട്ടൻ മാത്രം മതി എന്ന് ഞാൻ പറയും. ഈ പ്രോഗ്രാം വെള്ളിയാഴ്ച നിങ്ങളിപ്പോൾ കണ്ടു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു യൂട്യൂബ് പൊട്ടാൻ ആ കൊല്ലത്തുള്ള എന്താ പറയുക, വേണ്ട ആ വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല, അവനോട് പറയും അവൻ എന്നെ ചീത്ത പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ വീട്ടുകാരെ പറഞ്ഞാൽ, നീ ഇപ്പോൾ പോലീസുകാരെ പറഞ്ഞ അടക്കമുള്ള തെളിവ് വച്ച് എൻ്റെ ഭാര്യയോ മകനെ പറ്റി നീ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ, ജയേട്ടൻ ഏതോ പടത്തിൽ പറഞ്ഞതുപോലെ പല്ലിൻ്റെ എണ്ണം കുറയും, എല്ലിൻ്റെ എണ്ണം കൂടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ജയേട്ടൻ്റെ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.